ഒരുപാട് പ്രതീക്ഷകളോടെ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് രണ്ടാം ഊഴം. ഒരു വലിയ ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഭീമനായിട്ട്. ലാലേട്ടൻ നാടകത്തിൽ ഛായാമുഖി എന്ന് പറഞ്ഞ ലാലേട്ടനും മുകേഷ് ചേട്ടനും ഒക്കെ കൂടെ ചേർന്നിട്ട് 2-3 വർഷം മുമ്പ് ഛായാമുഖി ചെയ്തിട്ടുണ്ട്. ഭീമൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ തന്നെയാണ് അദ്ദേഹം ലാലേട്ടൻ ഏറ്റെടുത്തത്. മാത്രമല്ല ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഹോംവർക്കും ആവശ്യമില്ലാത്തൊരു നടനാന്ന് തോന്നുന്നു. ഏത് കഥാപാത്രമാണോ നിമിഷങ്ങൾക്ക് ആ കഥാപാത്രത്തിലേക്ക് ഒരു മാറുകയാണ്, സന്നിവേശം നടത്തുകയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പൊ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കാൻ നേരത്ത് പോലും സെറ്റിൽ വളരെ കളിച്ച് ചിരിച്ച് നടന്ന് വളരെ ലൈറ്റ് ആയിട്ട് നടക്കുന്നു. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ കഥാപാത്രമായിട്ട് പൂർണ്ണമായി മാറുന്ന ഒരു നടനാണ്. ഉടൻ അതിന് ഒരു കട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പഴയ മോഹൻലാലിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി മോഹൻലാലിനുണ്ട് എന്ന് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്റ്റേജിലും ഒരിക്കൽ ഭീമനായി വന്ന സ്ഥിതിക്ക് ലാലേട്ടന് ഈ ഭീമൻ എന്നൊരു റോൾ ലാലേട്ടൻ ശരിക്കും വളരെ മനോഹരമായി ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് അടുത്ത സെഗ്മെന്റ് കണ്ടാലോ? തീർച്ചയായിട്ടും. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയി. ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഫെങ് ഷുയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും മറ്റു നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമ്മൾ കഴിഞ്ഞ ദിവസം വസ്തു വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് പറയാം. നമ്മൾ കഴിഞ്ഞ കുറവ് മൂലം നമുക്കത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. അതാണ്. അപ്പം നമുക്ക് അത് ഒന്നുകൂടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, ഒരു പുതിയൊരു വസ്തു വാങ്ങുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ വസ്തു വാങ്ങേണ്ടത്. ആ വസ്തുവിൻ്റെ ഷേപ്പൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് സൂട്ടബിളായ ഓരോ വ്യക്തികൾക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലുള്ള വസ്തു വേണം നമ്മൾ വാങ്ങേണ്ടത്. അത് എങ്ങനെയാണ് സൂട്ടബിൾ എന്ന് പറയുമ്പോൾ, നമുക്ക് ചില വസ്തുക്കൾ നമ്മൾ വസ്തുവിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യും, നമ്മുടെ ആ വസ്തുവിലോട്ട് ആകർഷിക്കും. നമുക്ക് മാനസികമായിട്ടുള്ളൊരു പൊരുത്തം ഉള്ളതുപോലെ നമുക്കൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവും. അത് വസ്തു നമുക്ക് സൂട്ടബിളായിട്ടുള്ള വസ്തുവിനാണ്. അല്ലെങ്കിൽ നല്ല ആധികാരികമായിട്ട് അറിയാവുന്ന ഏതെങ്കിലും നല്ലൊരു വാസ്തു കൺസൾട്ടൻറ്റിനെ കൊണ്ടോ അല്ലെങ്കിൽ നല്ല അറിയാവുന്ന ആരെങ്കിലും കൊണ്ടോ നമുക്ക് ആ വസ്തു പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ വസ്തു വാങ്ങാൻ പാടുള്ളൂ. വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് അൺസൂട്ടബിളായിട്ടുള്ള പ്ലാനാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വസ്തുവിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് വീടിൻ്റെ ഡയറക്ഷൻ നമുക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ളതാണോ ആ വസ്തു, അല്ലെങ്കിൽ ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള വീട് വയ്ക്കുവാൻ കഴിയുന്ന വസ്തു ആണോ അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള വസ്തു അത് അങ്ങനെ വീട് വയ്ക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ നമ്മൾ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് വീടിൻ്റെ ഏജ്. നമ്മൾ പ്ലാൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഏത് ഏജിലുള്ള വീടാണ് നമുക്കുണ്ടാവുന്നതെന്ന് നമ്മൾ നോക്കണം. പല ഇന്ത്യൻ വാസ്തു അനുസരിച്ച് 5 ടൈപ്പ് വീടുകളാണുള്ളത്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നീ 5 ടൈപ്പാണ്. അതിൽ ബാല്യാവസ്ഥയിലുള്ള വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു കൊച്ചു കുട്ടിയുടെ അവസ്ഥയായിരിക്കും. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. യൗവനവും കൗമാരാവസ്ഥയിലുള്ള വീട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുവാനുള്ളൊരു അവസ്ഥയാണ് യൗവനാവസ്ഥയും കൗമാരാവസ്ഥയും. ആ രീതി അനുസരിച്ച് വീടിനും അതേ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉള്ളതാണ്. വാർദ്ധക്യം അവസ്ഥയാണെങ്കിൽ കുട്ടികളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാർദ്ധക്യത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതേ അവസ്ഥ തന്നെ വീടിനുണ്ടാവും. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതൊന്നും അധികകാലം പോകത്തില്ല. കൂടിയാലൊരു 30 വർഷത്തിനകത്ത് ആ വീട് പൊളിച്ചു മാറ്റേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞാൽ വരുന്നത് മരണമാണ്. മരണാവസ്ഥയിലുള്ള വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ദുഃഖവും ദുരിതവും കൂടിയാലൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അതിനകത്ത് വീട് മാറ്റേണ്ടി വരും. അപ്പം നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലുള്ള വീടായിരിക്കണം നമുക്ക് എടുക്കേണ്ടത്. അത് ഒന്നുകിൽ യൗവനം അല്ലെങ്കിൽ കൗമാരം. ആ രീതി അനുസരിച്ച് നമുക്ക് സൂട്ടബിളായിട്ടുള്ള വീട് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ വസ്തുവിൻ്റെ അളവനുസരിച്ച് ആയിരിക്കണം നമുക്ക് വീട് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഇപ്പം 2000 സ്ക്വയർ ഫീറ്റ് വയ്ക്കണം എന്നാണ് ആഗ്രഹം. സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹം, കാശെല്ലാം കയ്യിലുണ്ട്. ആ വീടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രഹനാഥന് വീട് സൂട്ടബിൾ അല്ല എങ്കിൽ ആ വീട് വയ്ക്കാൻ കഴിയത്തില്ല. ആ വീട് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വീടിൻ്റെ അവസ്ഥ നശിക്കും. കഴിഞ്ഞ അങ്ങനെ ആ ഒരു ലെറ്റർ അതിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം 1 വർഷമായി അല്ലേ, 1 വർഷമായിട്ട് കുറ്റിയടിച്ചിട്ട് ഇതുവരെ വീടിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അത് അവർക്ക് സൂട്ടബിൾ അല്ലാത്ത പ്ലാനായിരിക്കാം. അപ്പം അതേപോലെ തന്നെ നമുക്ക് സൂട്ടബിളായിട്ടുള്ള ആ വീട്ടിൽ ഗ്രഹനാഥൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങി ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ആരോ, അത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും, അതാണ് ഗ്രഹനാഥ അല്ലെങ്കിൽ ഗ്രഹനാഥൻ.
അവർക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം വീടിൻ്റെ ഡയറക്ഷൻ, അവർക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം ആ പ്ലാന് നമ്മൾ കറക്റ്റ് ചെയ്യുക. എത്ര സ്ക്വയർ ഫീറ്റുള്ള വീടാവണം എന്നതിന് ശേഷം ഇതുവരെ നമ്മൾ ഇന്ത്യൻ വാസ്തു അനുസരിച്ചാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അതിനകത്ത് റൂമുകൾ അറേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ഫെങ്ഷുയി മുഖേനയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഫെങ്ഷുയി മുഖേന നമ്മൾ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ എങ്ങോട്ടാണോ വീടിൻ്റെ ഡയറക്ഷൻ, ആ വാതിലിൽ നിന്ന് വരുന്നത് എത്ര ഡിഗ്രി ആംഗിളിലാണ് വാതിലിൽ നിന്ന് എനർജി വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്, അതനുസരിച്ച് ഏതൊക്കെ റൂമിൽ ഏതൊക്കെ രീതിയിലാണ് എനർജി നിൽക്കുന്നത്, അതിനനുസരിച്ച് സൂട്ടബിളായിട്ടുള്ള റൂം ഏതാണ് ആ രീതി അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും നമുക്ക് സാധാരണ ഒരു വാസ്തു അല്ലെങ്കിൽ ഒരു എൻജിനീയറൊക്കെ നമ്മൾ നോക്കി തരുമ്പോൾ എപ്പോഴും സൗത്ത് വെസ്റ്റ് വീടിൻ്റെ കന്നിമൂല ഭാഗത്തായിരിക്കണം മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത് എന്ന് പറയാറുണ്ട്. കന്നിമൂല ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വരാൻ തെറ്റൊന്നുമില്ല, തെറ്റായിട്ടല്ല ഞാനത് പറഞ്ഞത്. പക്ഷേ ഗ്രഹനാഥന് സൂട്ടബിളായിട്ടുള്ള അല്ലെങ്കിൽ അവിടെയുള്ള മുതിർന്ന 2 പേർക്ക് ഗ്രഹനാഥനും ഗ്രഹനാഥയ്ക്കും സൂട്ടബിളായിട്ടുള്ള സ്പേസിൽ മാസ്റ്റർ ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. ഒരു വീട്ടിൽ ഗ്രഹനാഥന് നല്ല പോസിറ്റീവ് എനർജി കിട്ടിയാൽ ആ വീട്ടിലുള്ള എല്ലാവരും സക്സസ് ആവും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്ത് കാശ് കൊണ്ടുവരുന്ന ആളാണ് ഗ്രഹനാഥൻ എന്ന് ഞാൻ പറഞ്ഞു. ആ ആൾക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക? ആ ആൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥലത്തായിരിക്കണം ആ വീടിൻ്റെ ബെഡ്റൂം വരേണ്ടത്. അത് കറക്റ്റായിട്ട് എവിടെ നമ്മൾ ചിലപ്പോൾ സൗത്ത് വെസ്റ്റ് അല്ലെങ്കിൽ കന്നിമൂല ഭാഗത്തായിരിക്കില്ല, അത് ചിലപ്പോൾ അത് തെക്കാവാം, അല്ലെങ്കിൽ കിഴക്കാവാം, അല്ലെങ്കിൽ വടക്കാവാം. അത് നമ്മൾ ആ വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് വരുന്ന എനർജി നോക്കിയതിന് ശേഷം മാത്രമേ എവിടെയാണ് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് കിച്ചൺ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ് ആണോ അല്ലയോ അത് നോക്കണം. കിച്ചണിന് 3 സ്ഥലത്ത് നമുക്ക് കിച്ചൺ ആവാം. സൗത്ത് ഈസ്റ്റ് ആവാം, നോർത്ത് വെസ്റ്റ് ആവാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആവാം. 3 സ്ഥലങ്ങളിൽ കിച്ചൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ 3 സ്ഥലങ്ങളിൽ എവിടെയാണോ ഗ്രഹനാഥയ്ക്ക് സൂട്ടബിളായിട്ടുള്ളത് ആ ഭാഗത്ത് നമുക്ക് കിച്ചൺ നോക്കി സെറ്റ് ചെയ്യാം. ടോയ്ലറ്റ് വരേണ്ട സ്പേസുകൾ എവിടെയൊക്കെയാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഒരു വീട്ടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ബെഡ്റൂം വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നെഗറ്റീവ് എനർജിയും വീട്ടിനകത്തുണ്ടാവാം. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി വരുന്ന ഭാഗങ്ങൾ എവിടെയാണ് അവിടെയൊക്കെയാണ് ഈ ടോയ്ലറ്റ് അല്ലെങ്കിൽ സ്റ്റോർ റൂം അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന റൂമുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്താണ്. അപ്പം അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ വീട് നമ്മൾ ഈ രീതിയിൽ പ്ലാൻ കറക്റ്റ് ചെയ്ത് കുറ്റിയടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 41 ദിവസത്തിനകത്ത് നമുക്ക് വീട് പാല് കാശി നമുക്ക് വീട്ടിനകത്ത് കയറാൻ പറ്റും. അനുഭവത്തിലൂടെയാണ് പറയുന്നത്. വീട് എപ്പോഴും നമുക്ക് സൂട്ടബിളായിട്ടുള്ള സ്പേസ് ആയിരിക്കണം, സൂട്ടബിളായിട്ടുള്ള പ്ലാൻ ആയിരിക്കണം. ആ പ്ലാനിനകത്ത് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്നതും സൂട്ടബിളായിട്ടുള്ള രീതിയിലാണെങ്കിൽ വീട് പണി സ്റ്റാർട്ട് ചെയ്ത് കുറ്റിയടിച്ച് 41-നകത്ത് നമുക്ക് പാല് കാശി വീട്ടിനകത്ത് കയറാൻ പറ്റും. അതിന് സാമ്പത്തികം കയ്യിലില്ലെങ്കിൽ സാമ്പത്തികം വരും. അങ്ങനെ പല പല അനുഭവങ്ങളും നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വസ്തു വാങ്ങി അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കാം എന്നുള്ള രീതിയിലല്ല, വസ്തു സൂട്ടബിളാണോ അല്ലയോ എല്ലാരെങ്കിലും അറിയാമെന്നുള്ള ആരെങ്കിലും വിളിച്ച് കാണിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിനകത്ത് എവിടെയെങ്കിലും വസ്തു വാങ്ങണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാം. അത് എപ്പോഴാണ്? കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട്ടിലെ ബെഡ്റൂമാണ്. അത് നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, വീട് എപ്പോഴും സൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം. വെറുതെ കിട്ടണ വസ്തു വാങ്ങി അല്ലെങ്കിൽ പഴയ എന്താ പറയുക, ഇപ്പോഴൊക്കെ എറണാകുളത്ത് 1-2 പ്ലോട്ടൊക്കെ ഞാൻ പോയി നോക്കിയപ്പോൾ ആ വീടിനകത്ത് ഞങ്ങൾക്ക് ഡൗസിങ് കാർഡൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം നെഗറ്റീവ് എനർജി വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പ്ലോട്ട് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും നെഗറ്റീവ് ഒരു റിജക്ഷൻ കിട്ടാവും. അപ്പോൾ അതെന്താണെന്ന് നോക്കി വന്നപ്പോൾ ഒരു പിടിയില്ല. ഡൗസിങ് കാർഡൊക്കെ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അവസാനം അവരുടെ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പം വീട് വയ്ക്കാൻ വരട്ടെ, ആദ്യം ഒരു കിണർ ഇവിടെ ഉണ്ടാക്കുക, അത് കഴിഞ്ഞ ശേഷം ഞാൻ പറയാം വീടുണ്ടാക്കണോ വേണ്ടതെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ അവർ കിണർ കുഴിച്ച് ഏകദേശം ഒരു 10 അടി താഴോട്ട് പോയി ഇപ്പം കംപ്ലീറ്റ് വേസ്റ്റാണ്. കാരണം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൊണ്ടിട്ടിട്ട് മുകളിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള സ്ഥലം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതെന്തുമാത്രം നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇങ്ങനെയുള്ള വീടുകളൊക്കെ സ്ഥലങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. ചിലയിടത്തൊക്കെ ആൾക്കാരെയൊക്കെ ഉള്ളിൽ അടക്കിയിട്ടുണ്ടാവാം. ഈ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നെഗറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാവാം. ഈവൻ ഒരു പട്ടിയെപ്പോലും കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം. കാരണം അത് എന്താ പറയുക, ഒരു പ്രേതവും ബാധ എന്നൊക്കെ പറയുന്ന രീതിയിലല്ല, ലൈറ്റായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റ്. അത് ഗ്രാജ്വലി നമുക്ക് അസുഖങ്ങളിലൂടെയൊക്കെ വരാൻ ഉള്ള
ചാൻസുകളാണ് വളരെ കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസൊക്കെ നമുക്ക് എന്തൊക്കെയാണ് ആ വീട്ടിലെ പ്രോബ്ലം അല്ലെങ്കിൽ ആ വസ്തുവിലെ പ്രോബ്ലം എന്താണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു വസ്തു വാങ്ങാൻ പാടുള്ളൂ. ആ വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ പോലും അതിന് വീട് വയ്ക്കുമ്പോൾ പ്ലാൻ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ പ്ലാൻ കറക്റ്റ് ചെയ്യുള്ളൂ. ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു പ്ലാനും കറക്റ്റ് ചെയ്യരുത്. ഇപ്പോൾ പല എഞ്ചിനീയർമാരും അവരുടെ ഇഷ്ടമനുസരിച്ച് വീട് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തൊക്കെ ഒത്തിരി വീടുകൾ, പലത്തും വീടുകളിലും ഞാൻ പോയി നോക്കിയിട്ടുള്ളതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം ഇതാണ്. അവരുടെ വീടൊക്കെ അസ്ഥാനത്തൊക്കെയാണ് കൊണ്ടുവന്ന് അവർക്ക് വാതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ചെറിയൊരൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ. എന്നാലും ചെറുതായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാസ്തുപ്രകാരം സൂട്ടബിളായിട്ടുള്ള രീതിയിൽ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറി സക്സസ് ആവാൻ പറ്റും. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാനോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും നോട്ട് ചെയ്തിട്ട് എന്നെ വിളിക്കുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. നമസ്കാരം.